പയ്യന്നൂർ ബോംബ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി വി.കെ. നിഷാദിനു വേണ്ടി പ്രചാരണം സജീവമാക്കി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അടക്കം പ്രചാരണ രംഗത്ത് സജീവം. വിവരങ്ങളുമായി ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ പയ്യന്നൂർ പോലീസ് വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 ഡിവൈഎഫ്ഐ നേതാക്കളെ ആയിരുന്നു ശിക്ഷിച്ചിരുന്നത്. അതിലൊരാളാണ് ഈ വി.കെ. നിഷാദ്. ഇയാൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ മൊട്ടമ്മൽ വാർഡ് 46-ാം വാർഡാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി LDF അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും വി.കെ. നിഷാദ് തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് LDF കൈക്കൊണ്ടത്. CPM നേതൃത്വത്തിന്റെ തീരുമാനം അത്തരത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രചാരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ചൊക്കെ ആയിരുന്നു ഇവർക്ക് കണ്ണൂർ ജയിലിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് അഭിവാദ്യം അർപ്പിച്ചൊക്കെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടുന്ന് മടങ്ങിയത്. അത് തന്നെ ഒരു വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു കോടതി വളപ്പിലെ മുദ്രാവാക്യമൊക്കെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അഫ്സൽ, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ്, PP അനീഷ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിബിൻ കാനായി, CV റഹിനോജ് എന്നിവർ ചേർന്നുകൊണ്ട് അവരൊക്കെ പങ്കെടുത്ത ഒരു വലിയ പ്രചാരണം ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കും സമാനമായിട്ടുള്ള പ്രചാരണം നൽകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ഉം ഡിവൈഎഫ്ഐയും ഒക്കെ വിശദീകരിക്കുക കൂടി ചെയ്യുന്നത്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.